നമസ്കാരം. അതിഥി തൊഴിലാളികളുടെ പലായനവും പ്രശ്നങ്ങളും ഒടുവിൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ ശ്രദ്ധയിലുമെത്തി. തൊഴിലാളികൾക്ക് മടങ്ങാനും മടങ്ങിയെത്തുന്നവരെ സ്വീകരിക്കാനും എല്ലാ സംസ്ഥാനങ്ങളും തയ്യാറാകണമെന്നതായിരുന്നു കോടതിയുടെ ഇടപെടലിലെ പ്രധാന നിർദ്ദേശം. തൊഴിലാളികൾക്ക് വെള്ളവും ഭക്ഷണവും ഉറപ്പാക്കണമെന്നും കോടതി പറഞ്ഞു. ശ്രമിക് ട്രെയിൻ സർവീസിലെ ടിക്കറ്റ് നിരക്കിലെ അവ്യക്തത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഇവയ്ക്ക് പരിഹാരമായില്ലെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നും അവയിലേക്ക് ശ്രദ്ധയാകർഷിക്കാനും ഇത് സഹായമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ശുഭപ്രതീക്ഷയോടെ ഈ ആഴ്ചയിലെ ന്യൂസ് 18 ഇന്ത്യ ആരംഭിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ന്യൂസ് 18 ഇന്ത്യയിലേക്ക് സ്വാഗതം. ലോക്ക്ഡൌൺ ഘട്ടങ്ങൾ പലതും പിന്നിട്ടു. ഓരോ ഘട്ടത്തിലും കൂടുതൽ ഇളവുകൾ. അതോടൊപ്പം വിദേശങ്ങളിൽ നിന്ന് പ്രവാസികളെ മടക്കി എത്തിച്ചു തുടങ്ങി. സംസ്ഥാനങ്ങൾ കടന്നുള്ള ട്രെയിൻ യാത്രകളും പുനരാരംഭിച്ചു. ഇതോടെ കോവിഡ് കേസുകളിലും വർധനയുണ്ടായി. ലോക്ക്ഡൌണും ഒപ്പം ഇളവുകളും തമ്മിൽ പൂരകങ്ങളല്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രതിപക്ഷ വ്യാഖ്യാനവും ഇതുതന്നെ. എന്നാൽ ഇതൊക്കെ നിഷേധിച്ച് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന ആരോപണമാണ് കേന്ദ്ര സർക്കാരിന്റെ ആയുധം. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിലനിൽക്കുമ്പോഴും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യ ഇറാനെയും ജർമ്മനിയും മറികടന്നു എന്നതാണ് യാഥാർത്ഥ്യം. കർശന ലോക്ക്ഡൌൺ തുടർന്നപ്പോഴും അടച്ചിടലുകളിൽ ഇളവുകൾ നൽകിയപ്പോഴും ഇന്ത്യയിലെ കോവിഡ് വ്യാപനം തുടർന്നു. ഇളവുകൾ വർദ്ധിച്ചതോടെ രോഗവ്യാപനവും കൂടി. പ്രവാസികളുടെ മടങ്ങിവരവും ട്രെയിൻ സർവീസുകൾ പുനരാരംഭിച്ചതും എല്ലാം ഇതിന് കാരണമായി കണക്കാക്കാം. പക്ഷേ രോഗികളുടെ വർധനവ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വേഗത്തിൽ ഉയരുകയാണ്. ആദ്യ 50,000 രോഗികളാകാൻ എടുത്തത് 98 ദിവസമാണെങ്കിൽ അടുത്ത 50,000 രോഗികളാകാൻ വേണ്ടി വന്നത് വെറും 12 ദിവസം. 1,00,000-ൽ നിന്ന് 1.5 ലക്ഷമാകാൻ എടുത്തതാകട്ടെ വെറും 8 ദിവസം മാത്രം. ഈ കണക്കുകൾക്കിടയിൽ ആകെയുള്ള ആശ്വാസം മരണനിരക്ക് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണ് എന്നതാണ്. പക്ഷേ ഇതിലും ആശ്വസിക്കാൻ ഇനി കഴിയില്ലെന്ന് അടുത്ത ദിവസങ്ങളിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ആദ്യ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്ത് ആദ്യമായി രോഗം സ്ഥിരീകരിച്ച് 43 ദിവസത്തിന് ശേഷമാണ്. മരണം 100-ലെത്താൻ പിന്നെയും 24 ദിവസമെടുത്തു. എന്നാൽ മരണസംഖ്യ 500-ൽ എത്താനെടുത്തത് പിന്നീട് 14 ദിവസം മാത്രം. 48 ദിവസത്തിനുള്ളിൽ 1000 മരണം. മരണസംഖ്യ 2000-ൽ എത്താൻ എടുത്തത് 11 ദിവസം മാത്രം. ഈ കണക്കുകൾക്കൊപ്പം കാണേണ്ടതും പരിശോധിക്കേണ്ടതുമാണ് ഇന്ത്യയിലെ കോവിഡ് പരിശോധനാ നിരക്ക്. ആദ്യകാലങ്ങളിൽ 200-ൽ മാത്രമായിരുന്ന പരിശോധനാ നിരക്ക് 2600-ന് മുകളിലെത്തി. പക്ഷേ ലക്ഷക്കണക്കിന് പേർ ഇന്ത്യയിലേക്ക് മടങ്ങിവരുന്ന ഈ കാലയളവിൽ ഈ പരിശോധനാ നിരക്ക് മതിയോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ICMR വിതരണം ചെയ്ത പരിശോധനാ കിറ്റുകളുടെ പ്രശ്നവും പരിശോധനാ നിരക്ക് കുറഞ്ഞതും ലോക്ക്ഡൌൺ കാലത്ത് തൊഴിൽ നഷ്ടമായി വരുമാനം ഇല്ലാതായവർക്ക് പണം ലഭ്യമാക്കാത്തതും എല്ലാം പ്രതിപക്ഷം ഉയർത്തുന്നു. ലോക്ക്ഡൌണിനെ എതിർത്തിരുന്ന പ്രതിപക്ഷം അതിനെതിരെ നിശിതമായ ഭാഷയിൽ രംഗത്ത് വരികയും ചെയ്തു. So it is pretty clear that the aim and the purpose of our lockdown has failed. What India is facing now in front of us is the result of a failed lockdown. केंद्र सरकार से फिर आग्रह है कि खजाने का ताला खोलिए और ज़रूरतमंदों को राहत दीजिए. हर परिवार को 6 महीने के लिए 7,500 रुपये प्रतिमाह सीधे कैश भुगतान करें और उसमें से 10,000 रुपये फौरन दें. ഇതിനെ BJP നേരിട്ടത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കോവിഡ് വ്യാപനവും കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കാത്ത നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നും ആരോപിച്ചായിരുന്നു. पूरी तरीके से महाराष्ट्र की सरकार बेनकाब हुई है. क्यों नहीं राहुल गांधी जी पहले महाराष्ट्र को इस संतुलन में लाते हैं, महाराष्ट्र की समस्याओं का हल कर दें. बहुत बड़ी कृपा होगी देश पे और महाराष्ट्र के लोगों के ऊपर. मैं समझता हूँ सभी ने राजनीति बंद करनी चाहिए कि हम कोई कोविड की लड़ाई को ना राजनीतिक रंग देना चाहते हैं ना विवाद करना चाहते हैं.
രാഷ്ട്രീയ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും മഹാരാഷ്ട്രയിലെയും തമിഴ്നാട്ടിലെയും ഡൽഹിയിലെയും ഗുജറാത്തിലെയും രോഗികളുടെ എണ്ണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരുപോലെ തലവേദനയാവുകയാണ്. സമൂഹ വ്യാപനം ഇല്ലെന്ന് ആവർത്തിക്കുമ്പോഴും ധാരാവി അടക്കമുള്ള ചേരികളിൽ രോഗികളുടെ എണ്ണം അത്തരം ആശങ്കകൾക്ക് ഇട നൽകുന്നുണ്ട്. അഹമ്മദാബാദ്, ചെന്നൈ നഗരങ്ങളിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. കശ്മീരിൽ ഇന്ത്യ അടുത്ത കാലത്തെങ്ങും കാണാത്ത സമ്മർദ്ദത്തിലാണ്. ഒരു വശത്തു നിന്ന് പാക് സൈന്യത്തിന്റെ വെടിവെപ്പും തീവ്രവാദ ആക്രമണവും, മറുവശത്ത് ലഡാക്കിന് സമീപം സൈനിക വിന്യാസം ശക്തിപ്പെടുത്തി ചൈന. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണമെന്ന് സൈന്യത്തോട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആവശ്യപ്പെട്ടതും ഇന്ത്യയെ ലക്ഷ്യമിട്ടായിരുന്നു. ഡോക്ലാമിന് ശേഷം ചൈനയുമായി തർക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ ഇല്ലാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് ലേ മേഖലയിൽ ചൈന കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചത്? ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാകണമെന്ന് ഷീ ജിൻപിങ് പറഞ്ഞത് എന്തുകൊണ്ട്? മധ്യസ്ഥത വഹിക്കാൻ ഇത്ര വേഗത്തിൽ അമേരിക്ക സന്നദ്ധത അറിയിച്ചതിന് കാരണമെന്ത്? ലേയിലെ പുതിയ നീക്കങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കൂടുതൽ വ്യക്തത വരുത്താത്തത്? പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 5000-ലേറെ സൈനികരെയാണ് ചൈന ലഡാക്കിൽ പുതിയതായി വിന്യസിച്ചത്. സൈനികരെ വിന്യസിക്കുക മാത്രമല്ല, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളും കടന്ന് ഇന്ത്യൻ അതിർത്തിയിൽ 3-4 കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്നു താവളങ്ങളും തയ്യാറാക്കി തുടങ്ങി. 1962 ശേഷം ഇതാദ്യമായാണ് ചൈന ലഡാക്ക് മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിന് തയ്യാറാകുന്നത്. ഡോക്ലാമിലെ നീക്കങ്ങൾക്ക് കൃത്യം 1 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ലഡാക്കിലെ ചൈനയുടെ കടന്നുകയറ്റം. പെട്ടെന്നുള്ള ഈ നീക്കത്തിന്റെ കാരണമാണ് പലരും ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇന്ത്യയുടെ കൈവശമുള്ള മേഖലകൾ പിടിച്ചെടുക്കുക എന്നതാണ് പ്രത്യക്ഷമായി കണക്കാക്കപ്പെടുന്ന കാരണം. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെയും ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാക്കിയതിനെയും ചൈന എതിർത്തിരുന്നു. ഐക്യരാഷ്ട്രസഭയിലടക്കം വിഷയം ചൈന ഉന്നയിച്ചിരുന്നു. ഇതിനെതിരെയുള്ള നീക്കമായും ലഡാക്കിലെ സൈനിക വിന്യാസത്തെ കാണുന്നവരുണ്ട്. എന്നാൽ ഇതല്ല, മറിച്ച് സാമ്പത്തിക, വ്യാപാര, അന്താരാഷ്ട്ര കാരണങ്ങളുണ്ടെന്ന വാദവും സജീവമാണ്. കോവിഡ് പടർന്നു പിടിച്ചതോടെ പല കമ്പനികളും ചൈന വിടാൻ ഒരുങ്ങുകയാണ്. ചൈന കഴിഞ്ഞാൽ ഏഷ്യയിൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായി ശക്തിയുള്ള, ഭരണസ്ഥിരതയുള്ള രാജ്യവും ഇന്ത്യയാണ്. ഈ കമ്പനികളിൽ പലതും ഇന്ത്യയിലേക്ക് നീങ്ങാൻ ഒരുങ്ങുകയാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനം പലതും അമേരിക്കൻ കമ്പനികളാണെന്നതാണ്. അമേരിക്കയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന അവസ്ഥ പുതിയ ശീതസമരത്തിലേക്ക് നയിക്കുമെന്ന് കരുതപ്പെടുന്ന ഈ സമയത്ത് അമേരിക്കൻ കമ്പനികളും ചൈന വിടാൻ ആഗ്രഹിക്കുന്നതിൽ അതിശയിക്കാനില്ല. ഇന്ത്യയും അമേരിക്കയുമായുള്ള നല്ല ബന്ധം ഇന്ത്യയിലേക്ക് ബിസിനസ്സുകൾ പറിച്ചു നടാൻ ഇടയാക്കും. ഒപ്പം കുറഞ്ഞ ശമ്പളത്തിൽ തൊഴിലാളികൾ ലഭിക്കുകയും വളരെ കുറച്ച് മുതൽ മുടക്കിൽ ബിസിനസ് പടുത്തുയർത്താം എന്നതുമാണ് മറ്റു കാരണങ്ങൾ. ഇതാണ് ചൈനയെ പ്രകോപിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു. പക്ഷേ പ്രകോപനമായിട്ടല്ല ചൈന ഈ നീക്കം നടത്തിയത്. ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക, അതിലൂടെ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാവുക എന്നതായിരുന്നു ലക്ഷ്യം. ഇത് ഏറെക്കുറെ സാധിക്കുകയും ചെയ്തു. Yeah, they have a big conflict going with India and China. Is that what you're talking about? Yeah? They have a big conflict going with India and China. Two countries with 1.4 billion people. Two countries with very powerful militaries. And India is not happy, and probably China is not happy. But I can tell you, I did speak to Prime Minister Modi. He's not in a good mood about what's going on with China. പക്ഷേ ഇന്ത്യയും ചൈനയും അമേരിക്കയുടെ സഹായം നിഷേധിക്കുകയാണ് ചെയ്തത്. പ്രശ്നം രമ്യമായി പരിഹരിക്കുകയല്ല, മറിച്ച് ഇതിലേക്ക് നയിച്ച ഘടകങ്ങൾ ഇല്ലാതാക്കുകയാണ് ചൈന ലക്ഷ്യമിടുന്നത്. ചൈനയുമായി അസ്വാരസ്യം ഉണ്ടാകാതെ അമേരിക്കയുമായുള്ള നല്ല ബന്ധം തുടരാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും ഇത് വ്യക്തമാക്കുന്നു. 目前中印边境地区的局势总体是稳定的、可控的。中印之间有完善的涉边机制和沟通渠道，双方有能力通过对话协商妥善解决有关问题。
എന്നാൽ 20ഓളം ഇന്ത്യൻ സൈനികരെ ചൈന തട്ടിക്കൊണ്ടുപോയി എന്നതടക്കമുള്ള അഭ്യൂഹങ്ങൾ ഇതിനിടെ ഉയർന്നത് ജനങ്ങൾക്കിടയിൽ തെല്ലൊന്നുമല്ല ആശങ്ക ഉയർത്തിയത്. क्योंकि क्लैरिटी फ्रैंकली किसी को नहीं है. नेपाल में क्या हुआ, किस प्रकार हुआ, क्यों हुआ, लद्दाख में क्या हो रहा है, किस प्रकार हो रहा है, ट्रांसपेरेंसी होनी चाहिए. क्लियरली उनको सरकार को बताना चाहिए. वो ट्रांसपेरेंसी नहीं दिख रही है मुझे. ചൈനയുടെ സമ്മർദ്ദം മാത്രമല്ല ഇന്ത്യക്ക് ഇപ്പോൾ തലവേദനയാകുന്നത്. നേപ്പാളിന്റെ നിസ്സംഗ നിലപാടാണ്. കരസേനാ മേധാവി MM നരവാനെയും നേപ്പാൾ പ്രതിരോധ മന്ത്രി ഈശ്വർ പൊഖ്രയിലും തമ്മിലുള്ള വാഗ്വാദവും ചൈനയുമായി നേപ്പാൾ കൂടുതൽ അടുക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഒരു കാലത്ത് ഇന്ത്യയെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന നേപ്പാളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തുന്നത് ചൈനയാണ്. ഇന്ത്യ നേപ്പാൾ ഉഭയകക്ഷി ബന്ധത്തിലെ ഈ ഉലച്ചിൽ ഇന്ത്യയെ ശരിക്കും ബാധിക്കുന്നുണ്ട്. കോവിഡ് പ്രതിസന്ധിക്കിടെ ഉത്തരേന്ത്യയിലെ കർഷകർക്ക് ഇരട്ടി പ്രഹരമാവുകയാണ് വെട്ടുകിളി ആക്രമണം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ കടന്ന് രാജ്യ തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് വെട്ടുകിളികൾ. സൂര്യയുടെ ചിത്രം കാപ്പാനകത്ത് പ്രതിപാദിക്കും പോലെ വെട്ടുകിളി ആക്രമണം ഒരു ജൈവ ആയുധമാണോ എന്നുവരെ പരിശോധിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അന്വേഷണത്തിനൊപ്പം വെട്ടുകിളി ആക്രമണത്തെ നേരിടാനുള്ള മാർഗങ്ങളും സ്വീകരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. झुंड में चलती है और ये हवा के रुख के साथ भागती है, और जैसे ही भागती है तो दिन में ये भागती है, उड़ती है, और रात को ये अपना दिन छिपने के बाद अपना जगह देख के और सेटल हो जाती है. और जहाँ ग्रीनेस में चला जाता है, जहाँ इनको खाने को हरा मिल जाता है, तो 50 से 60% तक ये नुकसान कर देता है. കൂട്ടത്തോടെ എത്തിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇരുപത്തിയേഴ് വർഷത്തിനിടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വെട്ടുകിളി ആക്രമണത്തിൽ 50,000-ഓളം ഹെക്ടർ കൃഷിഭൂമി നശിച്ചുവെന്നാണ് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ കണക്ക്. और मुझे लगता है कि अभी ये लंबे समय तक चलने वाला है, लेकिन इसके लिए तैयारियां द्रुत गति से हैं और हमारी कोशिश है हम ड्रोन और जहाज का भी उपयोग इसके लिए करें, उसकी भी तैयारी चल रही है. കോവിഡ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ ഇപ്പോൾ ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളാൽ നിറഞ്ഞേനെ. വേനലായതിനാൽ പ്രത്യേകിച്ച് ഹിൽ സ്റ്റേഷനുകൾ. വിദേശീയരും സ്വദേശീയരും ഇക്കാലത്ത് ഏറെ സന്ദർശിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഹിമാചൽ പ്രദേശിലെ സ്പിതി താഴ്വര. താഴ്വര എന്നാണ് പറയുന്നതെങ്കിലും സമുദ്രനിരപ്പിൽ നിന്ന് 10,000-ലേറെ അടി ഉയരത്തിലാണ് സ്പിതി സ്ഥിതി ചെയ്യുന്നത്. സ്പിതിക്ക് പറയാനുണ്ട് നിരവധി കഥകൾ. ഇന്ത്യയിലെ തണുത്ത മരുഭൂമി എന്നാണ് ലാഹോൾ സ്പിതി താഴ്വരകൾ അറിയപ്പെടുന്നത്. അതിന് കാരണവുമുണ്ട്. ഹിമാലയൻ മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് ലാഹോളും സ്പിതിയും. വർഷത്തിലെ 8 മാസവും ഇവിടേക്കുള്ള പാതകൾ മഞ്ഞുവീണ് മൂടിക്കിടക്കുകയായിരിക്കും. റോത്തങ് മലയിടുക്കുകളിലൂടെ ലാഹോളിലേക്കും ലാഹോളിൽ നിന്ന് കുൻസും മലയിടുക്കിലൂടെ സ്പിതിയിലേക്കും എത്താം. ഇതല്ലാതെ ഷിംലയിൽ നിന്ന് കിന്നൌർ വഴി കാസയിലൂടെയും സ്പിതിയിലേക്ക് എത്താം. ഇതിൽ റോത്തങ് പാസ് വഴിയുള്ള പാത ജൂലൈ മുതൽ ഒക്ടോബർ വരെ മാത്രമാണ് തുറന്നിരിക്കുക.
ഷിംലയിൽ നിന്ന് കിന്നൌർ വഴിയുള്ള പാത വർഷത്തിലെ ഏതാനും ആഴ്ചകൾ ഒഴികെ തുറന്നിരിക്കും. ഷിംലയിലേക്ക് വ്യോമമാർഗവും എത്താവുന്നതിനാൽ കൂടുതൽ പേരും സ്വീകരിക്കുന്നത് കിന്നൌറിലൂടെയുള്ള വഴിയാണ്. സ്പിതി എന്നാൽ മധ്യഭൂമി എന്നാണ് അർത്ഥം. ടിബറ്റിനും ലഡാക്കിനും മധ്യേയുള്ള സ്ഥലം എന്നതാണ് ഈ പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുദ്ധമതത്തിലെ വജ്രായന വിഭാഗത്തിലുള്ളവർ ഏറെയുള്ള പ്രദേശമാണിത്. നിങ് മാപ്പ വിഭാഗത്തിലുള്ള ബുദ്ധമതസ്ഥർ സ്പിതിയിലെ തന്നെ പിൻതാഴ്വരയിലുമുണ്ട്. ബുദ്ധമത സന്യാസി മഠങ്ങളിലെ ഏറ്റവും പുരാതനമായ 2 മഠങ്ങളും ഇവിടെയാണുള്ളത്. കി മൊണാസ്ട്രി, താബോ മൊണാസ്ട്രി എന്നിവയാണവ. ദലൈലാമയുടെ ഏറ്റവും പ്രിയപ്പെട്ട സന്യാസി മഠങ്ങളും ഇവ രണ്ടുമാണ്. സ്പിതിക്ക് വീണ്ടുമുണ്ടൊരു പ്രത്യേകത. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസ് സ്പിതി താഴ്വരയിലാണുള്ളത്. ഹിക്കിമിലെ ഈ പോസ്റ്റ് ഓഫീസ് സമുദ്രനിരപ്പിൽ നിന്നും 4440 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6 മാസം മാത്രം പ്രവർത്തിക്കുന്ന ഈ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാനും പോസ്റ്റ് മാസ്റ്ററും ഒക്കെ ഒരാളാണ്. നടന്നാണ് ഹിക്കിമിലെ ഗ്രാമത്തിലുള്ളവർക്ക് കത്തുകൾ എത്തിക്കുന്നത്. പലപ്പോഴും ആഴ്ചകളെടുക്കും കത്തുകൾ എത്തിച്ചു നൽകാൻ. 1983 പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത്. അന്നു മുതൽ റിൻചൻ ചെറിങ് ആണ് ഇവിടുത്തെ പോസ്റ്റ് മാസ്റ്ററും പോസ്റ്റ്മാനുമെല്ലാം. मैं गांव में थोड़ा पढ़ा लिखा था, इसलिए मुझे जॉब मिली. यहाँ पर कई 32-33 घर है. यहाँ के लोगों के लिए ये पोस्ट ऑफिस बनी हुई. यहाँ से काजा पैदल पहुँचने में उनको कई 2 घंटा लग जाते हैं. उतराई में ऊपर 3 घंटा लग जाते हैं. പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാന ആകർഷണം ഒരു മമ്മിയാണ്. സംഘ ടെൻസിൻ എന്ന ബുദ്ധ സന്യാസിയുടേതാണ് ഈ മമ്മി. ഏകദേശം 500-ലേറെ വർഷത്തെ പഴക്കമുണ്ട് ഈ മമ്മിക്ക്. അദ്ദേഹം ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ മമ്മിയാകാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. 1975 ഭൂകമ്പത്തിലാണ് ഈ മമ്മി പുറം ലോകം കാണുന്നത്. 2004 മാത്രമാണ് ഈ മമ്മിയെ ഭൂകമ്പത്തിൽ രൂപപ്പെട്ട ഗുഹയിൽ നിന്ന് പുറത്തെടുക്കാനായത്. അതിനുശേഷം പ്രദേശവാസികൾ ഒരു ചില്ലുകൂടിനുള്ളിലാക്കി ക്ഷേത്രവും നിർമ്മിച്ച് ആരാധനയും തുടങ്ങി. താബോ സന്യാസി മഠത്തിൽ നിന്ന് ഏകദേശം 30 മൈൽ അകലെയായി ഗുയെ ഗ്രാമത്തിലാണ് സംഘ ടെൻസിന്റെ മമ്മി കണ്ടെത്തിയത്. ടെൻസിന്റെ സമാധിക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ട് ഗുവേ ഗ്രാമത്തിൽ തേളുകൾ അധികമായി വരികയും തേളുകളുടെ ആക്രമണത്തിൽ നിരവധി പേർ മരിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനായാണ് ടെൻസിൻ സമാധിയായതെന്നാണ് അവിടുത്തുകാർക്കിടയിലെ വിശ്വാസം. അതുതന്നെയാണ് അദ്ദേഹത്തിനായി ക്ഷേത്രം നിർമ്മിക്കാനുള്ള കാരണവും. ഇതൊക്കെയാണ് സ്പിതിയുമായി ബന്ധപ്പെട്ട കഥകൾ. ഇതിനെല്ലാം പുറമെ പ്രകൃതിയുടെ അതിസുന്ദരമായ കാഴ്ചകളാണ് സ്പിതിയിലേക്കുള്ള യാത്രയിലുടനീളം കാണാനാവുക. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.